കൊച്ചി നഗരത്തിൽ ഇന്നും വെള്ളമില്ല. നഗരത്തിലെ അറ്റകുറ്റപ്പണി മൂലം കഴിഞ്ഞ 10 ദിവസമായി വീടുകളിൽ വെള്ളമില്ല. കല്ലൂർ, വൈറ്റില, തമ്മനം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വെള്ളം ലഭിക്കാത്തത്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, 10 ദിവസമായി വീടുകളിൽ വെള്ളമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, വികസനത്തിന്റെ നഗരമെന്നാണ് കൊച്ചിയെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ കൊച്ചിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. കഴിഞ്ഞ 10 ദിവസമായി കൊച്ചി നഗരത്തിലെ പ്രധാന പ്രദേശങ്ങളിൽ ഒന്നും തന്നെ വെള്ളം എത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തെളിയിക്കുന്നതാണ് ഈ കാലിയായി കിടക്കുന്ന വാട്ടർ ടാങ്ക്. കഴിഞ്ഞ ഈ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ വെള്ളം ലഭിക്കുന്നില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നതാണെങ്കിലും ഈ നഗരത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രദേശത്താണ്. ഇവിടെ ഒന്നും തന്നെ കഴിഞ്ഞ 10 ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് സൺഡേ ആണ്, ഒഴിവ് ദിവസമാണ്, എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒരു ദിവസമാണ്. എന്നിരുന്നാൽ പോലും കുളിക്കാനോ കുടിക്കാനോ പാചകം ചെയ്യാനോ പോലും വെള്ളമില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ആശ്രമം ലൈനിലാണ്. ഈ ആശ്രമം ലൈനിൽ മാത്രമല്ല, വൈലോപ്പിള്ളി ലൈൻ തുടങ്ങിയ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലടക്കം തന്നെ വെള്ളക്ഷാമം രൂക്ഷമായി തുടരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 6-7 തീയതികളിലായി വാട്ടർ അതോറിറ്റി ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസങ്ങളിൽ നഗരത്തിലെ പ്രദേശങ്ങളിലൊന്നും തന്നെ വെള്ളം ലഭിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അത് 2 ദിവസം മാത്രമാണ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 10-ാം തീയതി എത്തി. ഈ 10-ാം തീയതി എത്തിയിട്ട് പോലും നഗരത്തിലെ പ്രധാന പ്രദേശങ്ങളിലൊന്നും തന്നെ വെള്ളം എത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നമ്മൾ ഈ പ്രദേശം ആശ്രമം ലൈനിലാണെന്ന് പറഞ്ഞു. ഈ പ്രദേശങ്ങളിലെ പല വീടുകളിലുമുള്ള അവസ്ഥ ഇത് തന്നെയാണ്. വാട്ടർ ടാങ്ക് എല്ലാം തന്നെ കാലിയായിട്ടുള്ള അവസ്ഥയാണുള്ളത്. ഈ പലരും നമ്മളോട് സംസാരിച്ചപ്പോഴടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം പണം കൊടുത്ത് പൈസ വാങ്ങേണ്ട അവസ്ഥ, പണം കൊടുത്താണ് വെള്ളം വാങ്ങിയതെന്നായിരുന്നു ഈ പ്രദേശവാസികളടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം. ഈ പ്രദേശത്ത് ഏകദേശം 100ഓളം വീടുകളുണ്ട്. ഈ വീടുകളിലെല്ലാം സ്ഥിതി ഇത് തന്നെയാണ്. പണം കൊടുത്ത് വെള്ളം വാങ്ങേണ്ട അവസ്ഥയാണ് എത്തിയിരിക്കുന്നത്. പല തവണയായി പരാതിപ്പെടുന്നു, കോർപ്പറേഷൻ വിളിക്കുന്നു, എന്നാൽ ഒന്നും തന്നെ മറുപടി ലഭിക്കുന്നില്ല എന്നാണ് ഈ പ്രദേശവാസികളടക്കം തന്നെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിപ്പോൾ കൗൺസിലറാണ്. കൗൺസിലർ, ഇതിപ്പോ എത്ര ദിവസമായി ഈ പ്രദേശത്ത് മാത്രം വെള്ളം ലഭിക്കാതായിട്ട്? നമുക്കിപ്പോ 10 ദിവസമായിട്ട് ഒട്ടും വെള്ളം വന്നിട്ടില്ല. നേരത്തെ തന്നെ ഇവിടെ വെള്ളം പൊതുവെ കുറവായിരുന്നു. അതിന് ഞങ്ങൾ പല പ്രാവശ്യം വാട്ടർ അതോറിറ്റിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഒരു ലോഡ് വീതം അടിച്ച് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് നമുക്ക് വെള്ളം കിട്ടണില്ല. ജനങ്ങളൊക്കെ ഓരോരോ ലോഡ് അടിച്ച് 2-3 വീട്ടുകാരായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കണേ. പക്ഷെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റില്ല. എല്ലാം ഇപ്പൊ തന്നെ ഒരു ടാങ്ക് കണ്ടില്ലേ? അത് ഇപ്പൊ ആശ്രമം ലൈനും വൈലോപ്പിള്ളി ലൈനും കൂടിയാണിത്. 2 ഡിവിഷൻ വരുന്ന സ്ഥലമാണ്, 64ഉം 65ഉം കൂടെ. ഇങ്ങനെ നമുക്ക് വാട്ടർ അതോറിറ്റിയിൽ വിളിക്കുമ്പോൾ അവർ പറയുന്നത് ശരിയായിട്ടുണ്ട്, ഇന്ന് ബൂസ്റ്റിംഗ് ആണ്, ഇന്ന് വരും, അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ ഓരോ ദിവസവും നീട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ആദ്യം മുന്നറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് 2 ദിവസമാണ് ഈ ഒരു അറ്റകുറ്റപ്പണി നടക്കുന്നുള്ളൂ, അത് കഴിഞ്ഞാൽ നല്ല ഈ അതോറിറ്റി വ്യക്തമാക്കിയ ഒരു കാര്യം. അതെ അതെ, നമുക്ക് ആദ്യം 6-ാം തീയതി പറഞ്ഞു, പിന്നെ വാട്ടർ അതോറിറ്റി തിരുത്തിയിട്ട് അത് 7-ാം തീയതിയാന്ന് പറഞ്ഞു. 7 കഴിഞ്ഞ് 8-ാം തീയതി തുടങ്ങി, രാത്രി തുടങ്ങി പമ്പിങ് ഉണ്ടാവും, വെള്ളം വന്നുള്ളൂ. 8 കഴിഞ്ഞു, 9 കഴിഞ്ഞു, 10ആയി. അപ്പൊ 5-ാം തീയതി തുടങ്ങി പമ്പിങ് നടന്നിട്ടില്ല. കാരണം 5-ാം തീയതി പെട്ടെന്ന് കളമശ്ശേരിയിൽ പൈപ്പ് പൊട്ടിയെന്നാ പറയുന്നത്. അപ്പൊ അന്നത്തെ പമ്പിങ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്രയും ദിവസമായിട്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും വിഷമിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ എന്റെ വീട്ടിൽ പറയുകയാണെങ്കിൽ, ഞാൻ ഇന്നലെ വൈകിട്ട് 4:30 ഒരു പ്രൈവറ്റ് വണ്ടി ബുക്ക് ചെയ്തിട്ട് എനിക്ക് രാത്രി 11:30 അത് കിട്ടിയത്. അപ്പൊ അവർക്കും ഒരേ ബുദ്ധിമുട്ടായി വെള്ളം തരാനായിട്ട്. അത്രയും തിരക്കാണ്. അതുമാതിരി എല്ലാവരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ. ഇത്രയും പൈസ ഒന്നിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളില്ലേ? വാട്ടർ അതോറിറ്റി ബില്ല് വരുമ്പോൾ ഇത് വല്ലതും മൈനസ് ചെയ്യുമോ? എന്ത് വില ചാർജ് അവർ നമ്മളിൽ നിന്ന് ഈടാക്കണത്? അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളൊക്കെ ഒന്നിച്ച് തന്നെ ഇതിനെ നേരിടാമെന്നോർത്താണ് നിൽക്കുന്നത്. എൻ്റെ വീട്ടിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ ഞാൻ സത്യം പറയണേ, ഇന്നലെ ഞാൻ ഒരു രസമാണ് വെച്ചത്. എന്താണെന്നറിയോ? ഒരു മീൻ കറി വെക്കണമെങ്കിൽ മീൻ വെള്ളത്തിടണം, വെട്ടണം, അത്രക്ക് വെള്ളമില്ലാത്തൊരവസ്ഥയാണ് എനിക്ക് വന്നത്. അതുപോലെയാണ് എല്ലാ കുടുംബങ്ങളും. 20-20ന്റെ വരെ ക്യാൻ വാങ്ങിച്ച് ഉപയോഗിക്കണു. ടാങ്കർ അടിക്കാൻ പറ്റാത്ത എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയോ ഇവിടെ? അവരൊക്കെ വിഷമിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ടൊരു നടപടിയൊന്നും സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് വാട്ടർ അതോറിറ്റിയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചേക്കണം.
ഈ വാട്ടർ അതോറിറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കും, സാധാരണ നിലയിൽ പ്രദേശങ്ങളിലേക്ക് അടക്കം തന്നെ വെള്ളം ലഭിക്കുമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഉറപ്പൊക്കെ പാഴായിട്ടുള്ള സ്ഥിതിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമ്മൾ പ്രധാനമായും ഇവരോട് സംസാരിക്കുമ്പോഴടക്കം വ്യക്തമാക്കുന്നതും ഒരു വീട്ടിലേക്ക് അത്യാവശ്യമായി വേണ്ടത് ഈ വെള്ളം തന്നെയാണ്. വെള്ളമില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ വെള്ളം വേണം, നമുക്കൊന്ന് കുളിക്കണമെങ്കിൽ വെള്ളം വേണം. ഈ വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണുള്ളത്. അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഈ വെള്ളം ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ ഈ വീട്ടാവശ്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വെള്ളം കണ്ടെത്തുന്നത്? ഞങ്ങൾക്കൊന്നും ബോർവില്ല് പോലും താത്താൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത്. 2 സെന്റ് സ്ഥലത്തിലൊക്കെ നമുക്കൊരു കിണർ കുത്താൻ പോലും പറ്റില്ല. അപ്പൊ ബോർവില്ല് കൊണ്ടുള്ള വെള്ളം എന്ന് പറയുന്നത് അത്രയ്ക്കും നല്ലൊരു വെള്ളമല്ല. ഞങ്ങൾക്ക് ഈ ചെറിയ ജാറിൽ 120 രൂപ കൊടുത്ത് ജാറിൽ വെള്ളം മേടിച്ചിട്ടാണ് ഞങ്ങളുടെ കുട്ടികൾക്കും ഒക്കെ കൊടുക്കുന്നത്. ഇപ്പൊ ഈ 2 ദിവസം ഇവര് പറഞ്ഞിട്ട് ഇപ്പൊ 10 ദിവസം ആയി. അതുപോലെ തന്നെ ഇപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. കുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ ഇപ്പൊ നാളെ എനിക്ക് സ്കൂൾ തുറക്കും. അപ്പോഴും വെള്ളമില്ലെങ്കിൽ ഈ കുട്ടികളേക്ക് സ്കൂളിൽ വിടണ്ടേ? അവരൊന്ന് കുളിപ്പിക്കാനോ അവർക്ക് നല്ലൊരു ഭക്ഷണം കൊടുക്കാനോ ഒന്നും സാധിക്കില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ച്, ഞങ്ങളൊന്നും ഒരിക്കലും പുറത്തുനിന്ന് അങ്ങനെ ഭക്ഷണം മേടിച്ച് കഴിക്കാത്ത ആൾക്കാരാ. കാരണം ഇവിടെ വീട്ടിൽ നമുക്ക് ഇത് കഴുകാനും, മീൻ മേടിച്ച് കഴിഞ്ഞാൽ കഴുകാനും, അല്ലെങ്കിൽ ഇറച്ചി മേടിച്ച് കഴിഞ്ഞാൽ കഴുകാനും നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് പുറത്തുനിന്ന് ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ ഒരു കല്യാണം ഇവിടെ ഉണ്ടായിരുന്നു. അവർ അത്രയ്ക്കും കഷ്ടപ്പെട്ട്, കാരണം ബോർവില്ല് വെള്ളം കൊണ്ടാണ് അവർ ആ കല്യാണ വീട്ടിൽ കാര്യങ്ങളൊക്കെ നടത്തിയത്. അത്രയ്ക്കും, കാരണം ഒരു കല്യാണ വീട് എന്ന് പറയുമ്പോഴത്തേക്കും പുറത്തുനിന്ന് ആളുകളൊക്കെ വരും ഇല്ലേ. അപ്പോ ആ വീട്ടില് ഈ വെള്ളമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അവരും ബോർവില്ല് ടാങ്കറിനടിച്ചാണ് അവരും ഇന്നലെ ആ ഒരു ഇത് കഴിച്ചത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവര് ഈ നമുക്കൊരു ബില്ല് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ആ ബില്ല് അടക്കാതിരുന്നു കഴിഞ്ഞാൽ ഫൈനോട് കൂടിയാണ് ഈ ബില്ല് വരുന്നത് അല്ലേ. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇത്ര യൂണിറ്റിന് കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഇരട്ടി പൈസ ആണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അത് വന്ന് കട്ട് ചെയ്യും. ഈ ജനങ്ങളുടെ പൈസ മേടിച്ചുകൊണ്ടല്ലേ ഇവര് ഈ പരിപാടി ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ ഇപ്പൊ കൗൺസിലർ പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാ ജനങ്ങളും എല്ലാവരും ഒറ്റക്കെട്ട്, രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾ ഇതിന് പ്രതിരോധിക്കും. കാരണം ഇതിനൊരു സൊല്യൂഷൻ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇതിന് പ്രതികരിക്കും എന്നുള്ളതാണ് പറയാം. കാരണം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന വീട്ടമ്മമാരാണ് അല്ലേ. അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടായിരുന്നത്. അപ്പൊ ആ വീട്ടമ്മമാരെല്ലാവരും ഞങ്ങൾ സ്ത്രീകളിറങ്ങും, അത് ഇറങ്ങി ഇരിക്കുന്ന ആളാ. അതിനുള്ള പരിപാടിയാണ് നമ്മളിപ്പോ കൗൺസിലർ പറഞ്ഞത്. എന്തായാലും ഞങ്ങളിത് എതിരിടാൻ തന്നെ തീരുമാനിച്ചിരിക്കണം. സാധാരണ നിലയിലാണെങ്കിൽ ഈ വാട്ടർ അതോറിറ്റിക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഈ കോർപ്പറേഷൻ വെള്ളം കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതും ഇവിടെ ഇല്ലാത്ത ഒരു സ്ഥിതി തന്നെയാണ്. ഇതിപ്പോ ഈ ആശ്രമം ലൈനത്തെ മാത്രം കാര്യമല്ല, പല പ്രദേശങ്ങളിലെ വൈറ്റ്ല, കലൂർ തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ പല പ്രദേശങ്ങളിലും വെള്ളം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അതും 1-2 ദിവസമല്ല, 10 ദിവസമായി വെള്ളം ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം സാധാരണ ഒരു വെള്ളമില്ലെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാട് അനുഭവിക്കുമെന്നുള്ളത്. അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ കാലിയായി കിടന്ന വാട്ടർ ടാങ്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ ഈ കോർപ്പറേഷനെ ബന്ധപ്പെട്ടപ്പോഴും അല്ലെങ്കിൽ കോർപ്പറേഷനാണ് ഈ വാട്ടർ അതോറിറ്റിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് വെള്ളം കൊണ്ടുവരുന്ന ഒരു നിലയൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഇല്ലാതായില്ലേ? ഇല്ല, അതങ്ങനെയല്ല. ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ, ഇന്ന് സൺഡേ. അപ്പൊ 2 ദിവസവും അവധി, അടുപ്പിച്ച് 2 ദിവസം അവധി കിട്ടിയപ്പോ വീട്ടുകാരെല്ലാം അവരവരുടെ വീടുകളിലുണ്ട്, വെള്ളം ഇല്ല. അപ്പൊ ഇന്നലെ അവര് ടാങ്കർ ലോറിയിൽ വെള്ളം അടിച്ച് 2000 രൂപ അതിന് വില വരും. അപ്പൊ 2000 കൊടുത്ത് അടിച്ച് ഇന്ന് ഏകദേശം ആ വെള്ളം ഇപ്പൊ കാലിയാവും. അപ്പൊ നാളെ ഇനി വർക്കിംഗ് ഡേ ആണ്. അപ്പൊ നാളെ ഇനി വർക്കിംഗ് ഡേ ആകുമ്പോൾ വെള്ളം ആവശ്യം വരും. അപ്പൊ ഇന്ന് വൈകുന്നേരം ഇവര് ടാങ്കർ ലോറിക്ക് വെള്ളം അടിക്കേണ്ടി വരും. അപ്പൊ ഈ കോർപ്പറേഷന്റെ ഇതെന്നുള്ളത് കോർപ്പറേഷൻ കൗൺസിലർ ഇപ്പൊ പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ ഈ സാഹചര്യം ഇപ്പൊ ഇങ്ങനെയാണ്. വെള്ളമില്ലെങ്കിൽ ഒരാൾക്കും ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ വാട്ടർ അതോറിറ്റി എന്താണോ ഇപ്പൊ ഈ കാര്യത്തിൽ തീരുമാനം എടുക്കണത്, ഇപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞ് 2 ദിവസം അവിടെ ബാലുവേലി വർക്കിന്റെ കാരണത്തിൽ 2 ദിവസം വെള്ളം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. പക്ഷെ 2 ദിവസത്തിന് ശേഷം ആയിട്ടും വെള്ളം വന്നിട്ടില്ല. അപ്പോ നമ്മൾ കൗൺസിലറായിട്ട് ബന്ധപ്പെടുമ്പോഴും മറ്റുള്ളവരായിട്ട് ബന്ധപ്പെടുമ്പോഴും അവര് പറയുന്നത് നാളെ വരും, മറ്റന്നാൾ വരും, അങ്ങനെ നീട്ടിക്കൊണ്ട് പോയാൽ ഇനി നമുക്കിങ്ങനെ പോകാൻ പറ്റില്ല. നമ്മൾ എന്തായാലും ഈ കൗൺസിലറും ഇപ്പൊ പറഞ്ഞ പോലെ വാട്ടർ അതോറിറ്റിനെ ഉപരോധിക്കാൻ നാളെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്താലേ ഇനി നേർവഴിക്ക് അവർ വരുള്ളൂ എന്നുള്ള ഒരു ശരിയായിരിക്കും. അങ്ങനെ വരുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോർപ്പറേഷൻ്റെ മതി.
കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പ്രതിഷേധം നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റെന്ത് ആവശ്യത്തിനാണെങ്കിലും ഈ ഒരു പ്രതിഷേധം നടത്തുന്നതിൽ ഒരു അർത്ഥമുണ്ടെന്ന് പറയും. പക്ഷേ ഈ കുടിവെള്ളത്തിന് വേണ്ടി പോലും ഒരു പ്രതിഷേധം നടത്തേണ്ട ഇവരുടെ അവസ്ഥ നമ്മളും ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. പലതവണയായി ഈ വാട്ടർ അതോറിറ്റി പറയുന്നത് 2 ദിവസത്തിനുള്ളിൽ ശരിയാക്കാം, 2 ദിവസത്തിനുള്ളിൽ ശരിയാക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ 10 ദിവസമായിരിക്കുന്നു. ഈ 10 ദിവസമായിട്ടും ഈ വാട്ടർ അതോറിറ്റിക്ക് ഇത് ശരിയാക്കാനായിട്ടില്ല എന്നതാണ് ഇവരെല്ലാം തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതും ഇനി ഉപരോധിക്കാനടക്കം തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വെള്ളം വരാത്ത സാഹചര്യത്തിൽ തങ്ങൾക്ക് മറ്റു വഴികളില്ല, ഉപരോധിക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന് തന്നെയാണ്. അത് ഇവരുടെ അവസ്ഥയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഇവരുടെ അവസ്ഥയാണ്. കാരണം അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 ദിവസമായി വെള്ളം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്കുണ്ടാകുന്ന ഒരു പ്രതിഷേധം എന്ന് തന്നെ നമുക്കതിനെ പറയാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലാണ് ഈ വെള്ളം ഇല്ലാതിരിക്കുന്നത്. ഇന്നിപ്പോ മന്ത്രി അടക്കം തന്നെ റോഷി അഗസ്റ്റിൻ മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കും. വാട്ടർ അതോറിറ്റിയും അതേ ഈ ഒരു വാക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വിശ്വാസം ഉണ്ടോ? പരിഹരിക്കുമെന്ന് പറയല്ലാണ്ട് ഇതുവരെ ഞങ്ങൾക്ക് അതിനൊരു പരിഹാരമായിട്ടില്ല. 2 ദിവസത്തെ മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് തന്നത്, മാധ്യമത്തിലൂടെയൊക്കെ അറിയാൻ പറ്റിയത്. പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ടും യാതൊരുവിധ പരിഹാരവും കണ്ടിട്ടില്ല. വീടുകളിൽ സ്ത്രീകൾ ബുദ്ധിമുട്ടണമെന്നും അവരറിയുന്നില്ല. ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവരുടെ വാക്കുകളും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അതിൻ്റെതായ ടെൻഷനും ബുദ്ധിമുട്ടും, പിന്നെ നമ്മളുടെ ബഡ്ജറ്റിനെ അത് ബാധിക്കും. വെള്ളം ഒരു ടാങ്കർ അടിക്കണമെങ്കിൽ ഇത്ര രൂപ ടാങ്കറിന് കൊടുക്കണം, സമയത്ത് കിട്ടില്ല, അവർക്ക് അലക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും നേരിടണേണ്. ഇപ്പോൾ ഭക്ഷണം 2 ദിവസമായിട്ട് പാചകം ചെയ്യലൊന്നും ഇല്ല, ഒക്കെ പാർസൽ മേടിച്ചാണ് എല്ലാവരും കഴിക്കണത്. അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങളതിനെ കൗൺസിലർ പറയുന്ന പോലെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെന്തായാലും ഇനിയും വെള്ളം ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളം ലഭ്യമായില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പ്രദേശവാസികൾ അടക്കം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും വിനയ, 1-2 ദിവസമല്ല 10 ദിവസമായി ഇപ്പോൾ വീടുകളിൽ വെള്ളമില്ലാത്തൊരു സാഹചര്യമാണ്. ഭക്ഷണം പോലും പാചകം ചെയ്യാൻ കഴിയാതെ ഭക്ഷണം പോലും പാഴ്സൽ വാങ്ങി കഴിക്കുന്ന ഒരു അവസ്ഥ, കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ പ്രതിസന്ധികളാണ് ഇപ്പോൾ കുടുംബങ്ങൾ പറയുന്നത്. നാളെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ ഉപരോധം അടക്കം സംഘടിപ്പിക്കാനിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റി അധികൃതർ ഒരു നടപടി സ്വീകരിക്കാത്തത്, അല്ലെങ്കിൽ ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താത്തതടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ടല്ലേ? തീർച്ചയായും പ്രധാനമായും ഈ നഗരത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നുണ്ട്. ഈ ഒരു അറ്റകുറ്റപ്പണി നടക്കുന്നതിന് മുന്നോടിയായിരുന്നു ഈ വെള്ളം ലഭ്യമാകാത്ത അല്ലെങ്കിൽ വെള്ളം ഉണ്ടാകില്ല എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് 2 ദിവസം മാത്രമാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്രയും ദിവസമായിട്ടും ഈ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഇപ്പോഴും വെള്ളം ലഭിക്കുന്നില്ല, പല പ്രദേശങ്ങളിലും ഇപ്പോഴും വെള്ളം ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്ന ഒരു കാര്യം. അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 2 പ്രദേശങ്ങളാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഈ വൈലോപ്പിള്ളി ആണെങ്കിലും അല്ലെങ്കിൽ ഈ വൈലോപ്പിള്ളി ഉള്ള പ്രദേശങ്ങളടക്കം തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശങ്ങളാണ്. ഏകദേശം 150ഓളം വീടുകളാണ് ഈ പ്രദേശത്ത് മാത്രമായുള്ളത്. ഈ 150ഓളം വീടുകളിലുമുള്ള ആളുകളും ഏറെ ബുദ്ധിമുട്ടുന്നതും ഈ ഒരു വെള്ള പ്രശ്നം മൂലം കൊണ്ട് തന്നെയാണ്. കൂടാതെ ഇന്നലെ ശനിയാഴ്ചയായിരുന്നു, ഇന്ന് ഞായറാഴ്ചയാണ്, വീട്ടിൽ എല്ലാവരും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിനെല്ലാം തന്നെ അത്യാവശ്യമായി അല്ലെങ്കിൽ ആവശ്യം കൂടുതലുള്ള ദിവസങ്ങൾ എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്നാൽ ഈ ദിവസങ്ങളായിട്ട് പോലും വെള്ളം ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത്രത്തോളം കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. ഇവരെല്ലാം പറഞ്ഞ പോലെ വീട്ടിലേക്ക് അത്യാവശ്യമായി വേണ്ട ഒന്നാണ് വെള്ളം എന്ന് പറയുന്നത്. നമുക്ക് ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ വെള്ളം വേണം, അതുപോലും ഇല്ലാതെ പുറത്തു നിന്നും ഭക്ഷണം വാങ്ങേണ്ട അവസ്ഥ, കൂടാതെ തന്നെ പണം കൊടുത്ത് വെള്ളം വാങ്ങേണ്ട അവസ്ഥ. അതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ പണം കൊടുത്ത് വെള്ളം വാങ്ങേണ്ട ഒരു ഗതികേട് എന്ന് പറയുന്നത് ഏറ്റവും അല്ലെങ്കിൽ അത്രയും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇവരെല്ലാം തന്നെ കടന്നു പോകുന്നത്. ഇതിപ്പോ അസോസിയേഷൻ പ്രസിഡന്റാണ്, അസോസിയേഷൻ സെക്രട്ടറിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം 10 ദിവസത്തോളമായി പ്രദേശത്ത് വെള്ളമില്ലാത്തൊരു സാഹചര്യം, പലരും ഈ ടാങ്ക് അടക്കം തന്നെ വാട്ടർ ടാങ്ക് അടക്കം തന്നെ കാലിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അല്ലാതെ തീർച്ചയായിട്ടും അതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഇവരെ വിളിക്കുമ്പോൾ നമ്മൾ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് 1916 അതിൽ സ്ഥിരമായി വിളിക്കും. അത് കഴിഞ്ഞ് ഇവിടുത്തെ എ വിളിക്കും. എ പുതിയ ആളാണ്, ഇപ്പോഴത്തെ എ വിളിക്കുമ്പോൾ ഇവരെല്ലാവരും പറയുന്നത് നിങ്ങൾ ഇപ്പം ഈ അടുത്ത പമ്പെങ്കിൽ ശരിയാവും, അപ്പം എയർ കയറിയിട്ടുണ്ടാവും. ഇത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-15 ദിവസമായി. ഇപ്പം ചില ഏരിയയിൽ 10-18 ദിവസം വെള്ളം കിട്ടാത്തവരുണ്ട്. ഇതിൽ ഏറ്റവും ദയനീയമായ ടാങ്ക്
പോലും വെക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ചില 2-3 വീടുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിലുണ്ട്. അവർ ഈ വെള്ളം വരുന്ന ഫോഴ്സിലേക്ക് വരുന്ന വെള്ളം കൊണ്ട് ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ ദയനീയമാണ് ഇവിടുത്തെ സ്ഥിതി. ഇത് പിന്നെ ഈ പ്രദേശം ഈ ആശ്രമം ലൈനും ഇതിനോടുള്ള ബൈലൈനൊക്കെ ഉള്ള ഈ വൈലുപ്പള്ളി വൈലോൻ്റെ ഇവിടെ എന്ന് പറയുന്നത് സ്ഥിരമായി എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദുരിതഫലങ്ങൾ അനുഭവിക്കുന്നു. ഇവിടെ ഒരു 5-8 പമ്പിങ്ങെങ്കിലും കഴിഞ്ഞാലേ ഇവിടെ വെള്ളം കിട്ടുള്ളൂ. ഇത് നമ്മൾ വേണ്ടപ്പെട്ട അധികാരികളുടെ അടുത്തൊക്കെ പറയും, ഈ കൗൺസിലർമാരൊക്കെ പറയും. ഇവിടുത്തെ കൗൺസിലർമാർ ഇപ്പോൾ രജനിമണി ആയാലും ശരി, അരിസ്റ്റോട്ടിലായാലും അവരുടെ പരിധികളുണ്ടല്ലോ വെള്ളം വാട്ടർ ടാങ്കിൽ അടിച്ചു തരാനായിട്ട്. അതിൽ ഉപരി ഇവിടെ വല്ലാത്ത പ്രോബ്ലം ഞങ്ങൾ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനൊരു ശാശ്വത പരിഹാരം കണ്ടേ പറ്റൂ. ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ ഇതായ മുന്നോടിയായിട്ട് ഇപ്പം നാളെ പറ്റുമെന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിയിൽ പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതിക്കൊണ്ട്, പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ പ്രതിഷേധം നേരിട്ട് അറിയിക്കണമെന്ന് കരുതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഇപ്പം ഇന്നും വെള്ളം, ഞാൻ പല വീടുകളിലും ചെന്നിട്ടും വെള്ളം വളരെ ഡ്രോപ്പായിട്ട് വരുന്ന വെള്ളം, ഒട്ടും വെള്ളമില്ലാത്ത ചില ഏരിയകളുണ്ട്. അതായത് 15-18 ദിവസം വെള്ളമില്ലാണ്ടിരിക്കുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കും. അതുകൂടാണ്ട് ഒരു ആശ്രമമുണ്ട് ഇവിടെ. അവിടെ 70 വയസ്സിന് മേലെയുള്ള 10-60-70 പേര് താമസിക്കുന്ന ഏരിയയാണ്. ഇവരെല്ലാവരും സഫർ ചെയ്യാണ്. അതിനൊരു ശാശ്വത പരിഹാരം കാണേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. കാരണം ഈ പ്രശ്നങ്ങൾക്കടക്കം അടിയന്തരമായിട്ടൊരു പരിഹാരം കാണേണ്ടത് വാട്ടർ അതോറിറ്റിയുടെ ആണെങ്കിലും സർക്കാരിന്റെ ആണെങ്കിലും ഒരു ഉത്തരവാദിത്തം തന്നെയാണ്. ഇവർക്ക് പ്രതിഷേധിക്കുക എന്ന് മാത്രമാണ് ചെയ്യാൻ സാധിക്കുക. ഇവരുടെ വിഷമം ഇവർ പ്രതിഷേധത്തിലൂടെ അറിയിക്കുക മാത്രമാണ് ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ചെയ്യേണ്ടത് വാട്ടർ അതോറിറ്റി ആണെങ്കിലും സർക്കാർ ആണെങ്കിലും തന്നെയാണ്. വാട്ടർ അതോറിറ്റി പ്രധാനമായും പറയുന്നത് 2 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ്. മന്ത്രി റോഷി അഗസ്റ്റിൻ ആണെങ്കിലും ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഉടൻ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് തന്നെയാണ്. എന്തായാലും ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. കാരണം അത്രത്തോളം ബുദ്ധിമുട്ട് ഇവർ അനുഭവിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ഉടൻ തന്നെ പരിഹാരം കാണേണ്ടത് ഇപ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ആവശ്യത്തിനെ പോലെ തന്നെ നമ്മുടെയും അത് ആവശ്യമായി മാറിയിരിക്കുകയാണ്. എന്തായാലും 2 ദിവസത്തിനകം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിശദീകരണം. ആതിര. ശരി വിനയ, കൊച്ചി നഗരത്തിൽ ഇന്നും പലയിടങ്ങളിലും വെള്ളമില്ല. നഗരത്തിലെ അറ്റകുറ്റപ്പണി മൂലം കഴിഞ്ഞ 10 ദിവസമായി വീടുകളിൽ വെള്ളമില്ല. കല്ലൂർ, വൈറ്റില, തമ്മനം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വെള്ളം ലഭിക്കാത്തത്. ഈ കുടിവെള്ളം ലഭ്യമാകാത്തതിനെതിരെ നാളെ വാട്ടർ അതോറിറ്റി ഓഫീസിലടക്കം ഉപരോധം സംഘടിപ്പിക്കാനാണ് കുടുംബങ്ങളുടെ തീരുമാനം.